Hello, welcome back to the second part of What is Patriarchy by Kamla Bhasin. Let us continue. The next question that Kamla Bhasin is discussing is whether some feminists believe that there is institutionalized violence against women in many societies. And the answer is that yes, they do. That is, there is institutionalized violence against women, and such violence is being used to control and subjugate women. And most of the thing is that this violence is most often legitimized, that is, no one is speaking up for it, or this is somehow being portrayed as normalized. That is what Sylvia Walby also says, that male violence is systematically condoned and legitimized by the state's refusal to intervene against it except in exceptional instances. And she says that violence against women was one of the first issues taken up by the international women's movements for discussion and analysis. And they all agreed in the fact that it is systematic and institutionalized. അതായത് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന വയലൻസ് ഒരിക്കൽ പോലും ഒരു പ്രോപ്പറായിട്ടൊരു ലീഗൽ സിസ്റ്റം അവിടെ സംഭവിക്കുന്നില്ല, ഒരു പ്രോപ്പറായിട്ടൊരു ജസ്റ്റിസ് അവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് സ്റ്റേറ്റ് ഇൻ്റർഫിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ റിലീജിയൻ എങ്ങനെയാണ് പേട്രിയാർക്കിക്കൽ സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ. അതിലൂടെ തന്നെയാണ് പറയുന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, ഫാമിലി, റിലീജിയൻ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ പല ഫാക്ടേഴ്സും പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു പേട്രിയാർക്കി അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി. അതിലൂടെ തന്നെയാണ് ഈ ഒരു വയലൻസ് എന്ന് പറയുന്ന കാര്യവും എത്രമാത്രം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയി മാറുന്നു, നോർമലൈസ് ആയി മാറുന്നു എന്ന് പറയാൻ കാരണം. കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം, ഇന്ത്യയിൽ വന്നിട്ട് സതി അല്ലെങ്കിൽ വിഡോ ബേണിംഗ്, അതുപോലെ തന്നെ ചൈനീസ് റിച്വൽ ആയിട്ടുള്ള ഫുഡ് ബൈൻഡിങ്, ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഓഫ് യങ് ഗേൾസ് ഇൻ ആഫ്രിക്ക, ദ മാസക്കേഴ്സ് ഓഫ് വിമൻ ആസ് വിച്ചസ് ഇൻ റെനൈസാൻസ് യൂറോപ്പ്, gynocide, that is female killing, under the guise of American gynecology and psychotherapy. These are all examples of female hating and violence against women. And women face specific type of violence as well. നമ്മളിപ്പോൾ പറയുന്ന സെക്ഷൽ ഹറാസ്മെൻറ്റ്സ് ഉൾപ്പെടെ തന്നെ ഫീമെയിൽ ഫീറ്റിസൈഡ്, പെൺകുഞ്ഞാണെന്ന് അറിയുമ്പോൾ തന്നെ ഒന്നെങ്കിൽ അമ്മയുടെ ഗർഭത്തിൽ വെച്ചെന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ജനിച്ച് കഴിഞ്ഞതിന് ശേഷം പെൺകുഞ്ഞായതുകൊണ്ട് മാത്രം ആ ഒരു കുഞ്ഞിനെ കൊല്ലുന്നു. അതുപോലെ പണ്ട് വിച്ചസ് ആണ് എന്നുള്ളൊരു രീതിയിൽ ഒരു ലേബിൾ കൊല്ലപ്പെട്ട സ്ത്രീകളുണ്ട്. അതുപോലെ സതി, ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭാര്യയെ ഉടൻ തന്നെ ഭർത്താവിൻ്റെ ചിതയിലേക്ക് എറിയുന്നു. പലപ്പോഴും സ്ത്രീകൾ ഒരുപക്ഷെ തുടക്കത്തിൽ സ്ത്രീകൾ ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇനി ജീവിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് ചെയ്തിരുന്ന ഒരു ബേണിംഗ് ആയിരുന്നു അവരുടെ ഇഷ്ടപ്രകാരം. പക്ഷെ പിന്നീട് അതൊരു റിച്വലായിട്ട് മാറുകയാണ്. കാരണം പിന്നീട് അങ്ങോട്ട് ഭർത്താവ് മരിക്കുമ്പോൾ തന്നെ സ്ത്രീയുടെ അനുവാദം അവിടെ ചോദിക്കുന്നില്ല. അവൾക്ക് ജീവിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ പോലും അവളെ എടുത്തുകൊണ്ട് പോയി ചിതയിലേക്ക് വലിച്ചെറിയുന്ന ഒരു രീതിയിലേക്ക് സതി മാറി. അതുപോലെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, വൈഫ് ബീറ്റിംഗ്, ഇതെല്ലാം സ്ത്രീകൾ ദൈനംദിനം നേരിടുന്ന ഒരു രീതിയിലുള്ളൊരു വയലൻസ് ആണ്. പക്ഷെ എത്രമാത്രം ഈ ഒരു വയലൻസ് പുറത്തറിയുന്നു, അല്ലെങ്കിൽ എത്രമാത്രം ഈ ഒരു വയലൻസിന് എതിരെ ഒരു നടപടി എടുക്കുന്നു എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. So that is what the author says, that the women's movement should focus on such struggles and make sure that there is enough justice that is being provided to the women who are being condoned with such violent act. And the next question is, can we say that male control over all these institutions benefit them directly?
അതായത് ഈ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ മെയിൽ ഡോമിനൻസ് ആണെന്ന് പറയുമ്പോൾ പോലും ശരിക്കും പുരുഷന്മാർക്ക് ഇതൊരു ബെനിഫിറ്റ് ആകുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദി ആൻസർ ഇസ് ദ മെൻ ഡു ബെനിഫിറ്റ്. നോട്ട് ഓൺലി ഡു ദേ have a certain more privileges and more control, but they also have a participation in the economic and material resources as well. കാരണം ഞാൻ പറഞ്ഞു ആ ഒരു ഗ്ലാസ് സീലിംഗ് എഫക്റ്റ്, ഒരു ജോലി സ്ഥലത്ത് നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വീട്ടുജോലിയും ചെയ്യണം, അല്ലെങ്കിൽ വീട്ടുജോലി കൂടുതൽ ഭാഗത്തും സ്ത്രീയുടെ കടമയാണെന്നുള്ളൊരു രീതിയിലിരിക്കുമ്പോൾ അതൊരു ഡബിൾ പ്രഷറാണ്. എത്ര പേർക്ക് കൂടുതൽ ഉപരിപഠനം നടത്താൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ജോലി നോക്കാൻ പറ്റുന്നു എന്നുള്ളത് സംശയമാണ്. പലപ്പോഴും സ്ത്രീകളുടെ മുന്നിലുള്ളൊരു ഒബ്സ്റ്റക്കിളും ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു വർക്ക് ലൈഫും പിന്നെ ഹോം ലൈഫും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യം. പലർക്കും ആ ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ ഒട്ടേറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പലരും ജോലി വേണ്ടാന്ന് വെക്കുന്നു, അല്ലെങ്കിൽ ജോലിയിൽ വരുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഇതെല്ലാം വേണ്ടാന്ന് വെക്കാൻ കാരണവും ഈ ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ആൻഡ് കമ്പയർഡ് ടു ദാറ്റ് men have an advantage when it comes to that. That is what we commonly see. അപ്പോഴും പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ മാറ്റങ്ങൾ തീർച്ചയായും വരുന്നുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, ഒരു 10 കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും ശരിക്കും ഈ ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു രീതിയിൽ ഒരു എംപവേർഡായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സ്ത്രീകളെന്ന് പറയുന്നത് വളരെ കുറച്ച് തന്നെയാണ്. ഇപ്പോഴും സമൂഹത്തിൽ വളരെ കുറവാണ് ആ ഒരു സംഖ്യ എന്ന് പറയുന്നത്. അതാണ് കൂടുതലും കമല ബാസിൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ആർ വിമൻ കംപ്ലീറ്റ്ലി പവർലെസ് ഇൻ എ പേട്രിയാർക്കൽ സൊസൈറ്റി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി മെയിൽ ഡോമിനൻസി അല്ലെങ്കിൽ മെയിൽ പ്രിവിലേജ് ആണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും സ്ത്രീകൾ കംപ്ലീറ്റ്ലി പവർലെസ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ദ ആൻസർ ഇസ് നോ, നോട്ട് നെസസറിലി. They're not totally powerless or totally without rights, influence and resources. But the fact is that since it is a patriarchal society, the ultimate power, or the people who are, the one who are considered as the absolute is the men. And women will always be pushed to the category of the other. And although things are changing, women have risen to power by becoming queens and prime ministers, and they have made significant contribution to every other factor or every other field in the society. This does not change the fact that the system is male dominated. അതാണ് പറയുന്നത്. അതായത് സ്ത്രീകളിൽ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ജെൻഡർ ഫ്ലൂയിഡിറ്റി വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബൈനറി ജെൻഡർ അതിലൊരു ചോദ്യം ചിഹ്നം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ എതിരെ കുറേ പേര് ചോദ്യം ചെയ്യുന്നുണ്ട് ഈ ഒരു സിസ്റ്റം. അതുപോലെ തന്നെ അതിൻ്റെ തെറ്റുകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എല്ലാ മേഖലകളും സ്ത്രീകൾക്കും അവരുടേതായ അവർക്ക് അർഹിക്കുന്ന ഒരു അവകാശം അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഓരോരോ മേഖലകളിൽ അവരുടേതായ കോൺട്രിബ്യൂഷൻ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ദി അൾട്ടിമേറ്റ് തിങ് ഇസ് there still exists some sort of control or some sort of rules that are invisible, that hangs over their head still as we live in a patriarchal society. And she quotes Gerda Lerner, who says, men and women live on a stage on which they act out their assigned roles equal in importance. The play cannot go on without both kind of performers. Neither of them contribute more or less to the whole, neither is marginal or dispensable. അതായത് ജൂഡിത്ത് ബട്ട്ലർ പറയുന്ന പോലത്തെ ജെൻഡർ പെർഫോമേറ്റിവിറ്റി. ശരിക്കും നമ്മൾ ജെൻഡർ കാറ്റഗറൈസേഷൻ വരുന്നത് തന്നെ ഒരു സെക്സ് ഡിറ്റർമിനേഷനിലൂടെയാണ്. പെൺകുട്ടിയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന രീതിയിൽ പെരുമാറണം, അതുപോലെ ആൺകുട്ടികളും ഇന്ന രീതി പെരുമാറണം എന്ന ഒരു ഐഡിയോളജിയിലേക്ക് അവരെ തള്ളി വെക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഈ ഒരു ബൈനറി തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുകയാണ്. കാരണം നമുക്ക് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു പെൺകുട്ടിയാകുമ്പോൾ ഇങ്ങനെ വസ്ത്രം ധരിക്കാവൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ, ഉറക്കെ സംസാരിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൺകുട്ടിക്കും ഉണ്ട് അങ്ങനത്തെ. ബോയ്സ് ഡോണ്ട് ക്രൈ, അല്ലെങ്കിൽ ബോയ്സ് ഹൂ വെയർ ദി കളർ പിങ്ക് ആർ നോട്ട് റിയലി കൺസിഡേർഡ് മാസ്കുലിൻ. അങ്ങനത്തെ കുറേ ഐഡിയോളജീസ് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ ഒരു രീതിയിൽ ആ ഒരു ഐഡിയോളജീസ് പഠിച്ച് അത് തന്നെ അഭിനയിക്കുകയാണ് സമൂഹത്തിൽ. അതാണ് ഈ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത്. And the next question is, but women also support the rule of men. Without their cooperation, patriarchy would not exist. Why do they do this? അതായത് പേട്രിയാർക്കിയുടെ ഒരു വിജയം ഒരിക്കലും പുരുഷന്മാർക്ക് മാത്രം സാധിക്കത്തില്ല. ഒരു പേട്രിയാർക്കൽ ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്ത്രീകളുടെയും ഒരു സംഭാവനയുണ്ട്. എങ്ങനെയാണ്? ഇതിന് എഗെയിൻസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇതിനെതിരെ ചോദ്യം ചെയ്യാതിരിക്കുന്നതിലൂടെ തന്നെയാണ് സ്ത്രീകളുടെ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ വരുന്നത്. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ പെൺകുട്ടികൾ ഇന്ന രീതിയിൽ പെരുമാറണം, അല്ലെങ്കിൽ വസ്ത്രം ധരിക്കണം എന്നുള്ള ഈ ഒരു ഐഡിയോളജീസ് നമ്മൾ ആരുടെ നിന്നാണ് കേൾക്കുന്നത്? തീർച്ചയായും നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും മറ്റ് സ്ത്രീകളും പറഞ്ഞു കേട്ടാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആൺകുട്ടികളും പുരുഷന്മാർ പറയുന്നതാണ് കൂടുതലും കേട്ട് പഠിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് അവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ പൂർവികർ നമ്മളോട് എന്താണോ പറയുന്നത് അത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. പിൽക്കാലത്ത് നമ്മൾ നമ്മുടെ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് തന്നെയാണ്. അവിടെ ഒരു സിസ്റ്റം അങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരാണ് തുടങ്ങിയെന്ന് നമുക്കറിയത്തില്ല. ആരാണ് ഇത് ശരിക്കും ഇങ്ങനത്തെ റൂൾസ് സ്റ്റാർട്ട് ചെയ്തതെന്നോ അല്ലെങ്കിൽ ആരാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ കേട്ട് പഠിക്കുന്നത് നമ്മളുടെ അടുത്ത ജനറേഷനും പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റമായിട്ട് ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഐഡിയോളജി ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഷീ സെസ്, ദാറ്റ് വി ലേൺഡ് all these ideologies and discrimination from our family, which we will be contributing or we will be teaching to the next generation, and somehow this is normalized and considered natural, when in reality it is just ideology, that is, it is just thoughts that could be changed at any point of time. All we have to do is question the validity of it and understand it, but we don't do that. We just listen, we just accept it, and we just move on. And the next question is, do all men benefit as men from patriarchy? അതിൽ എത്രമാത്രം ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ വരുമ്പോൾ എത്രമാത്രം പുരുഷന്മാർക്ക് അതൊരു ബെനിഫിറ്റ് ആകുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അവിടെ രണ്ട് രീതിയിൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു, അവർക്ക് അവരുടേതായ ഒരു പ്രിവിലേജസ് ഉണ്ട്. ദാറ്റ് ഈസ്, men do enjoy certain privileges as men. Even working class men who are powerless vis-a-vis the bourgeois or compared to the bourgeois men have power over their women. And in South Asia, all men enjoy greater mobility, access to resources, even to basic things like food and health. And just like how we discussed before, there is a male dominancy that is usually seen in social, religious, legal, cultural practices. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പ്രിവിലേജ് ഉള്ളതുകൊണ്ടെന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ അതേസമയം ഇവരും എങ്ങനെയാണോ സ്ത്രീകളും ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ട് ഇങ്ങനത്തെ ഐഡിയോളജീസിൽ പെട്ട് പോകുന്നത്, അതുപോലെ പുരുഷന്മാർക്കും സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ബോയ്സ് ഡോണ്ട് ക്രൈ എന്നുള്ളൊരു ഡയലോഗ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. വൈ? ബോയ്സ് ഓൾസോ ഹാവ് ഇമോഷൻസ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ തന്നെ എല്ലാവരും മനുഷ്യർ തന്നെയാണ്, എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. പക്ഷേ ബോയ്സ് ഡോണ്ട് ക്രൈ എന്നൊരു ഡയലോഗ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടെന്ന് ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്തുകൊണ്ട് പുരുഷന്മാർക്ക് കരയാൻ അർഹമില്ല, അല്ലെങ്കിൽ അവർ കരയുമ്പോൾ അതൊരു മാസ്കുലിൻ ബിഹേവിയർ ആയിട്ട് കാണുന്നില്ല. അവരെ ആ ഒരു രീതിയിൽ എപ്പോഴും കുറ്റപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്നുള്ളൊരു രീതിയിൽ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിങ്ക് കളർ കൂടുതലും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു അസോസിയേറ്റ് ചെയ്തിരുന്ന ഒരു കളറായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പം മാറ്റം ഉണ്ടെങ്കിലും കുറച്ച് മുമ്പൊക്കെ പിങ്ക് കളർ ഇടുന്നത്
സിനിമയിൽ നമ്മൾ കാണുന്നതാണ്, നായകൻ ഒരു പിങ്ക് കളർ ഷർട്ട് വല്ലതും ഇടുകയാണെങ്കിൽ ഉടനെ നായകൻ്റെ കൂട്ടുകാരെ കളിയാക്കുകയാണ്. കാരണം എന്താ, പിങ്ക് എന്ന് പറയുന്ന ഒരു ഫെമിനിൻ കളറാണ്, അതുകൊണ്ട് തന്നെ നായകൻ അത് ഇടുമ്പോൾ ഒരു നായകൻ്റെ മാസ്കുലിനിറ്റിയിലൊരു അതൊരു എന്താണ് മാസ്കുലിനിറ്റിയിൽ ചോദ്യം ഉയരുന്നു, അങ്ങനെ ഒരു രീതിയിൽ. അതുപോലെ തന്നെ നൃത്തം, ഡാൻസിൻ്റെ കാര്യം എടുക്കുമ്പോഴും ക്ലാസിക്കൽ ഡാൻസ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് സ്ത്രീകളുടെ കുറച്ച് ഡോമിനൻസി ഉള്ള, സ്ത്രീകൾ കൂടുതലും ചെയ്യുന്ന ഒരു ഫീൽഡാണ് ക്ലാസിക്കൽ ഡാൻസ്. പക്ഷേ അങ്ങനൊരു റൂളേ ഇല്ല, ആൺകുട്ടികളും ഉണ്ട് ക്ലാസിക്കൽ ഡാൻസസ് ആയിട്ടുള്ളവർ. പക്ഷേ എന്നാൽ പോലും കുറവാണ്. കാരണം എന്താ, ഒരു ക്ലാസിക്കൽ ഡാൻസറായിട്ടുള്ളൊരു പുരുഷനുണ്ടെങ്കിൽ ആ പുരുഷനെ ആരും അധികം സീരിയസ് ആയിട്ട് എടുക്കാറില്ല, അല്ലെങ്കിൽ ഒരു രീതിയിൽ ഒരു അവഗണന ആ ഒരാളെ നേരിടും. കാരണം എന്താണ്, സിംപ്ലി ക്ലാസിക്കൽ ഡാൻസിൽ കൂടുതലും സ്ത്രീകളാണ് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരുന്ന പുരുഷന്മാരുടെ സംഖ്യ കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡിലേക്ക് വരുന്ന പുരുഷന്മാർക്ക് ഒരു രീതിയിലുള്ളൊരു അവഗണനയും കളിയാക്കലുമാണ് നേരിടേണ്ടി വരുന്നത്. ഇങ്ങനത്തെ പല സ്റ്റീരിയോ ടൈപ്സ് പുരുഷന്മാർ നേരിടുന്നുണ്ട്. സോ മാത്രം പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ അവർ ബെനിഫിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും, പ്രിവിലേജസ് ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ പോലും, അവരും എത്രമാത്രം സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പക്ഷെ ആ ഒരു എക്സ്റ്റെൻഡിലല്ലെങ്കിലും ഏറെക്കുറെ ഒരു രീതിയിലുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ് അവരും നേരിടുന്നുണ്ട്. ആൻഡ് ദെൻ ദി ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് matriarchal society or communities like Nayars in Kerala. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, പേട്രിയാർക്കൽ സൊസൈറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മേട്രിയാർക്കൽ സൊസൈറ്റിയും ഉണ്ട്. പ്രത്യേകിച്ച് കേരളയിൽ നായർ കമ്മ്യൂണിറ്റീസൊക്കെ മേട്രിയാർക്കൽ സൊസൈറ്റി എന്നാണ് പറഞ്ഞു വരുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട 2 ടേംസാണ് മേട്രിലീനിയൽ, മേട്രി ലോക്കൽ. ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് മേട്രിയാർക്കി ആയിട്ട് ഇതിന് എന്താണ് വ്യത്യാസമെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നായർ കമ്മ്യൂണിറ്റി ഞാൻ പറഞ്ഞു, മേട്രിയാർക്കൽ എന്ന് പറയുന്നത് തെറ്റാണ് ശരിക്കും. അത് ഒരു മേട്രിലീനിയൽ അല്ലെങ്കിൽ മേട്രി ലോക്കൽ ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിരുന്നു. എന്താണെന്ന് എൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, മേട്രിലീനിയൽ എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മദർ ടു ഡോട്ടറാണ്, അമ്മയിൽ നിന്ന് പെൺകുട്ടികൾക്ക് കിട്ടുന്നു പ്രോപ്പർട്ടി. ആ ഒരു രീതിയിലുള്ളൊരു ലീനിയേജാണ് മേട്രിലീനിയൽ സൊസൈറ്റി. മേട്രി ലോക്കൽ എന്ന് പറയുമ്പോൾ കല്യാണശേഷം ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതിന് പകരം ഭർത്താവ് ഭാര്യയുടെ കൂടെ വന്ന് ഭാര്യയുടെ കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. ഇതാണ് മേട്രി ലോക്കൽ സൊസൈറ്റി. ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു ഇതാണ് മേട്രിയാർക്കൽ സൊസൈറ്റി. അതായത് മേട്രിയാർക്കൽ സൊസൈറ്റിയിൽ കൺട്രോൾ പലപ്പോഴും ആ ഒരു സഹോദരങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ അമ്മാവന്മാരുടെ കയ്യിലാണെങ്കിൽ പോലും ഒരു സ്ത്രീകൾക്ക് അവിടെ അവർ അർഹിക്കുന്ന ഒരു സ്ഥാനം അവർക്ക് കൊടുക്കുന്നുണ്ട്. അവിടെയാണ് മേട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഉള്ളൊരു വ്യത്യാസം. കേരളയുടെ കാര്യം പറയുമ്പോൾ നായർ കമ്മ്യൂണിറ്റിയിൽ കൂടുതലും മേട്രിലീനിയൽ അല്ലെങ്കിൽ മേട്രി ലോക്കൽ ആയിട്ടുള്ളൊരു സിസ്റ്റം ആയിരുന്നു. പക്ഷെ പിന്നീട് അത് അതിൻ്റെ ശക്തി കുറയുകയും അതും പേട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ട് മാറുകയും ചെയ്തു. പക്ഷേ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു പേട്രിയാർക്കൽ സിസ്റ്റം എന്ന് പറയുന്നതും വെറും ഐഡിയോളജി മാത്രമാണ്. അതായത് ഒട്ടും എവിടെയും റൂളില്ല. ഒരു കാലത്ത് മേട്രിലീനിയൽ ആയിട്ടുള്ളൊരു നായർ കമ്മ്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ തിരിച്ച് നമുക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയുടെ ഒരു ഹോൾഡ് തകർക്കാൻ പറ്റുന്നതാണ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. And then the last question is, nevertheless, the author seems to be implying that patriarchy has become more powerful in this the last 100 years or so. Is this the case? അതായത് പേട്രിയാർക്കൽ സൊസൈറ്റി പിന്നീട് വർഷങ്ങളോളം കാലകാലം ഇപ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ പോലും ഇതിനൊരു ക്ലിയർ കട്ട് ആൻസർ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോഴും ഈ ഒരു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസം കൂടുന്തോറും. പല രീതിയിലുള്ളൊരു ജെൻഡർ ഫ്ലൂയിഡിറ്റി നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്, വിമൺ എംപവർമെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ എത്രമാത്രം പേട്രിയാർക്കൽ സൊസൈറ്റി പവർഫുൾ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നമുക്കൊരു വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാൻ പറ്റുന്നൊരു കാര്യമല്ല.
പക്ഷേ ഡൗൺ സൈഡ്സ് ഇത്രയും വിമൺ എംപവർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു മെയിൽ ഡോമിനൻസ് അല്ലെങ്കിൽ അതിലൂടെ സംഭവിക്കുന്ന വയലൻസ് ഇപ്പോഴും നടക്കാറുണ്ട്. അതായത് റേപ്പ് അല്ലെങ്കിൽ ഹറാസ്മെൻറ്റ്, മാരിറ്റൽ റേപ്പുണ്ട്, ഡൗറി ഡെത്ത് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ദിവസവും പത്രം തുറക്കുമ്പോൾ ഒരു 10 വാർത്തയെങ്കിലും കാണുന്നതാണ്. മാത്രമല്ല ഈ ഫീമെയിൽ ഫീറ്റിസൈഡ്, ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്, ഗേൾസ് ബീങ് കിൽഡ് and women's sexuality being exploited and manipulated and all these sort of violence against women. ഇതിനൊരു മാറ്റവും വന്നിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. അതുകൊണ്ട് തന്നെ കൂടുതൽ അവയർനെസ് വരുന്നുണ്ട് ഈ ഒരു വിമൺ എംപവർമെൻറ്റിനെ കുറിച്ചും ജെൻഡർ ഫ്ലൂയിഡിനെ കുറിച്ചും കൂടുതൽ അവയർനെസ്സും മാറ്റങ്ങളും വരുന്നുണ്ടെങ്കിൽ പോലും അത്രയും തന്നെ വയലൻസും കൂടുന്നുണ്ട്. പല രീതിയിലുള്ളൊരു പേട്രിയാർക്കൽ ഡോമിനൻസും ഡിസ്ക്രിമിനേഷൻ, അതിലൂടെ വരുന്ന ഒരു വയലൻസ്, അതിലൂടെ വരുന്ന കൊലപാതകങ്ങളും മരണങ്ങളും പലതും അതിലും ഒരു ഇൻക്രീസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയ ഒബ്ജക്റ്റിഫിക്കേഷൻ, ഞാൻ പറഞ്ഞു സിനിമകളിലൂടെ എങ്ങനെയാണോ ഒരു ഐഡിയോളജി പരത്തുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്, അതിനും ഒരു മാറ്റവും വന്നിട്ടില്ല. കമേഴ്ഷ്യലൈസേഷൻ ഓഫ് സെക്ഷുവാലിറ്റി, ഇത് നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ കൂടുതലും സിനിമകളും TV ഷോസും കൂടുതലും ഒരു ബേസിക് പ്ലോട്ട് ലൈൻ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സീൻസ് കുറച്ച് കൂടുന്നുണ്ട്. അതും ഒരു രീതിയിലൊരു സെക്ഷുവാലിറ്റിയെ ഉപയോഗിച്ച് പൈസ നേടാനുള്ളൊരു കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെടുകയാണ് ഒരാളുടെ സെക്ഷുവാലിറ്റി. അതിലൂടെയും നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ് അവിടെ മാറുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരെ കാണുന്ന ഒരു രീതിയിലാണ് അവിടെ മാറ്റം വരുന്നത്. സോ ദീസ് സോർട്ട് ഓഫ് objectification and commercialization is actually strengthening patriarchal dominance or changing our mindset about people's sexuality, and not in a good way. By showing all these explicit scenes, I don't think they're doing a good job in promoting a healthy awareness about sexuality, but the opposite is what is going on, and that is unhealthy, and that is not going to help us be more aware about our identity. So the author concludes by saying that patriarchy is not a historical constant. Modification in gender relation over the last century or so have been interpreted variously as progress, regress, and involving no overall change. അതായത് അവസാനം പറയുമ്പോഴും ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള മൂവ്മെൻറ്റ്സും പ്രൊട്ടസ്റ്റും കാര്യങ്ങളെല്ലാം ശരിക്കും ഇതൊരു പ്രോഗ്രസ് ആണോ അതോ റീഗ്രസ് ആണോ, അല്ലെങ്കിൽ അതോ മാറ്റമേ സംഭവിച്ചിട്ടില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴും ഡിബേറ്റ്ഫുൾ ആണ്. പലർക്കും പല ഒപ്പീനിയൻസ് ആയിരിക്കാം. നമ്മൾ ശരിക്കും പുരോഗമനം വരുന്നുണ്ടോ, അല്ലെങ്കിൽ സമൂഹത്തിലൊരു പുരോഗമനം വരുന്നുണ്ടോ, അതോ നമ്മൾ ശരിക്കും നേരത്തെ തന്നെ കാട്ടിലും ഒരു ഉണ്ടായിരുന്ന പുരോഗമനം പോലും നഷ്ടപ്പെടുത്തുകയാണോ, അതോ ഒരു മാറ്റവും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോവുകയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ ഡിബേറ്റായിട്ട് നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലൊരു ഒപ്പീനിയൻ ആയിരിക്കാം ഇതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് അത് വെച്ചിട്ടാണ് ഈ ഒരു ഓഥർ ഈ ഒരു സെക്ഷൻ നിർത്തുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് for the essay. I hope this was useful, and if you have any sort of comments that you want to add, you can do so in the comment section, and do like the video and subscribe if you haven't already, and I'll see you in the next video. Thank you.